ശില്പ അത് ശ്രദ്ധിക്കാതെ തുടർന്നു. എത്ര സീരിയസ് ആണെങ്കിലും എന്തൊരു ചാമാണെന്നറിയാമോ? അവരെ കാണാൻ വേണ്ടി മാത്രം പലരും രാവിലെ നേരത്തെ വരും. അത് കേട്ടതും നിധിയുടെ ക്ഷമ നശിച്ചു. രാവിലെ മുതൽ കേൾക്കുന്നതാണ് ജീവ സാർ, ജീവ സാർ, ജീവ സാർ. ശില്പ ചിരിച്ചു. അയ്യോ, നീ കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ്, കണ്ടാൽ മനസ്സിലാവും. നിധി കാപ്പിക്കപ്പ് കൗണ്ടറിൽ വെച്ച് കൈ കെട്ടി നിന്നു. അല്ല, ആരാണ് ഈ ജീവ സാർ? സിനിമ സ്റ്റാറാണോ? അതേസമയം കോഫി കൗണ്ടറിൻ്റെ പിന്നിലൂടെ ജീവ ശാന്തമായി നടന്നു വരുന്നു. കോഫി കുടിക്കാൻ വന്നതായിരുന്നു. നിധിയുടെ പിന്നിൽ ഏകദേശം 5-6 അടി മാത്രം അകലെ. അവൾ അറിഞ്ഞില്ല. പക്ഷെ അവൾ പറയുന്ന ഓരോ വാക്കും വ്യക്തമായി അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. ജീവിതത്തിന് മാറ്റമൊന്നുമില്ല. ആദ്യം ജീവയെ കണ്ടത് നിമിനാണ്. കാപ്പിക്കപ്പെടുക്കാൻ നീട്ടിയിരുന്ന കൈ പെട്ടെന്ന് നിശ്ചലമായി. അയ്യോ! അവൻ പെട്ടെന്ന് ശില്പയെ നോക്കി. ശില്പയും തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവ. അവളുടെ കണ്ണുകൾ വലുതായി. പൊട്ടിച്ചിരിക്കണോ പേടിക്കണോ എന്നറിയാതെ അവൾ നിമിനെ നോക്കി. 2 പേരുടെയും മുഖത്ത് ചിരിയും പരിഭ്രമവും ഒരുമിച്ച് തെളിഞ്ഞു. പക്ഷേ നിധി ഇപ്പോഴും തൻ്റെ പ്രസംഗത്തിൽ മുഴുകിയിരുന്നു. അല്ലെങ്കിൽ മിസ്റ്റർ യൂണിവേഴ്സ് ആണോ, മിസ്റ്റർ ഇന്ത്യയാണോ, അതോ ദുൽഖർ സൽമാനാണോ? നിമിൻ ചിരി കടിച്ചു പിടിച്ചു നിന്നു. നിധി നിർത്താതെ തുടർന്നു. ഓഫീസിൽ ജോലി ചെയ്യാനാണോ എല്ലാവരും വരുന്നത്, അതോ ജീവസാറിന് വായി നോക്കാനാണോ? നിധി നിർത്ത്, ശില്പ സ്വകാര്യത്തിൽ പറഞ്ഞു. അല്ലേ, രാവിലെ മുതൽ കേൾക്കുന്നതാണ്. ഹാൻസം, പേഴ്സണാലിറ്റി, വൈബ്, ക്രഷ്. അവൾ ശില്പയുടെ ശബ്ദം അനുകരിച്ച് പറഞ്ഞു. ഹോ, കേട്ടിട്ട് എനിക്ക് തന്നെ അയാളെ ചീത്ത പറയാൻ തോന്നുന്നു. എൻ്റെ ദൈവമേ! നിമിൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരാളെ ഇത്രയും പുകഴ്ത്താൻ മാത്രം എന്താണുള്ളത്? അയാൾക്ക് 2 കണ്ണും 1 മൂക്കും 1 വായും തന്നെയല്ലേ, കൊമ്പൊന്നും മുളച്ചിട്ടില്ലല്ലോ. നിമിൻ ഉടനെ കണ്ണുകൾ കൊണ്ട് പിന്നിലേക്ക് നോക്കാൻ ക്ലൂ കൊടുത്തു. കണ്ണിറുക്കി, തല ചെറുതായി പിന്നിലേക്കാട്ടി. പക്ഷെ നിധിക്ക് ഒന്നും മനസ്സിലായില്ല. എന്താടാ? അവൾ ചോദിച്ചു. നിമിൻ വീണ്ടും കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. പിന്നോട്ട്. എന്തേ, നിൻ്റെ കണ്ണിൽ എന്തെങ്കിലും പോയോ? ശില്പിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. മുഖം തിരിച്ച് ചുണ്ട് കടിച്ചു നിന്നു. നിധി വീണ്ടും തുടങ്ങി. പിന്നെ ഈ ഓഫീസിലെ പെൺകുട്ടികൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ജീവസാർ ചിരിച്ചു, ജീവസാർ നടന്നു, ജീവസാർ ശ്വാസം വിട്ടു, അതുപോലെ ന്യൂസാക്കുന്നു. അത് കേട്ടപ്പോൾ ആദ്യമായി ജീവൻ്റെ ചുണ്ടിൽ ചെറിയ, വളരെ നേരിയ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ പെൺകുട്ടി ഓഫീസിൽ മറ്റെല്ലാവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തയാണെന്ന് അവന് തോന്നി. നിമിന് മനസ്സിൽ പറഞ്ഞു, ഡീ ഒന്ന് തിരിഞ്ഞു നോക്ക്, എൻ്റെ ദൈവമേ. ജീവസാർ ശ്വാസം വിട്ടാൽ ഇവിടെ ന്യൂസാണ്, നിധി പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് അവളുടെ വാക്കുകൾ നിലച്ചു. നിമിനെയും ശില്പയെയും അവൾ സംശയത്തോടെ നോക്കി. 2 പേരുടെയും മുഖത്ത് വിചിത്രമായൊരു ഭാവം. ചിരിക്കാനടക്കം ശ്രമിക്കുന്നത് പോലെയും അതേസമയം ഭയന്നിരിക്കുന്നത് പോലെയും. എന്താ 2 പേർക്കും? ആരും മറുപടി പറഞ്ഞില്ല. നിമിൻ വീണ്ടും കണ്ണുകൊണ്ട് പിന്നിലേക്ക് നോക്കാൻ ആംഗ്യം കാണിച്ചു. ഇത്തവണ നിധിക്ക് എന്തോ പന്തുകേട് തോന്നി. ഹൃദയം ചെറുതായി, വേഗത്തിലായി. അവൾ പതിയെ, വളരെ പതിയെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. കോഫി കൗണ്ടറിൻ്റെ മറുവശത്ത് ഒരു കാപ്പി കപ്പ് കയ്യിൽ പിടിച്ച ഒരാൾ നിൽക്കുന്നു. വെളുത്ത ഷർട്ട്, ഉയരമുള്ള ശരീരം, ട്രിം ചെയ്ത താടി, ഗൗരവം നിറഞ്ഞ മുഖം. അവളുടെ കണ്ണുകൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തുടക്കി. ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മനസ്സ് വേഗത്തിൽ ഓർമ്മകൾ തിരഞ്ഞു. പെട്ടെന്ന് ഇന്നലത്തെ കോൺഫറൻസ്, VIP ലോഞ്ച്, കോറിഡോറിലൂടെ കടന്നുപോയ ആ ഉയരമുള്ള മനുഷ്യൻ ഇയാളല്ലേ? പക്ഷേ അവൾ പതുക്കെ തിരിഞ്ഞ് വീണ്ടും നിമിനെ നോക്കി. കണ്ണുകളിൽ നിറയെ സംശയം. ആരാ? നിമിൻ അവളുടെ അടുത്തേക്ക് ഒന്ന് ചാഞ്ഞു. വളരെ പതുക്കെ അവളുടെ ചെവിയിൽ മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ഇതാടി ജീവ സാർ. ആ വാക്കുകൾ കേട്ട നിമിഷം നിധി അനങ്ങാതെ നിന്നു. ഒരു നിമിഷത്തേക്ക് സമയം നിശ്ചലമായതുപോലെ. ജീവ, രാവിലെ മുതൽ എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ, താൻ കുറച്ച് നിമിഷം മുമ്പ് കളിയാക്കിയ ആൾ, ഇപ്പോൾ തൻ്റെ പിന്നിൽ നിൽക്കുന്നു. അവളുടെ ഹൃദയമിടിപ്പ് പെട്ടെന്ന് ഉയർന്നു. ടപ്പ് ടപ്പ് ടപ്പ്. അവൾ അറിയാതെ കണ്ണുകൾ മുറുക്കി അടച്ചു. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടോ? കണ്ണുകൾ തുറക്കാൻ പോലും ധൈര്യമുണ്ടായില്ല. അവൾ പതുക്കെ നിമിനെ നോക്കി. നിമിൻ ചുണ്ട് കടിച്ച് ചിരി അടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ശില്പയുടെ അവസ്ഥയും അതുതന്നെ.
അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയിൽ രണ്ടുപേരും ജീവയെയും നിധിയെയും മാറി മാറി നോക്കി നിന്നു. അതേസമയം ജീവ ശാന്തമായി തൻ്റെ കാപ്പിക്കപ്പെടുത്ത് ഒരു സിപ്പ് കുടിച്ചു. കാപ്പിക്കപ്പ് കൗണ്ടറിൻ്റെ മുകളിൽ വെച്ച് ജീവ ഒരു നിമിഷം നിധിയെ നോക്കി. നിധി ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുകയാണ്. ഹൃദയമെടുപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. നിമിനും ശില്പയും ശ്വാസം പോലും അടക്കി പിടിച്ച് നോക്കി. ജീവയുടെ ശബ്ദം ശാന്തമായിരുന്നു. നിൻ്റെ പേരെന്താ? നിധി പതിയെ ജീവയ്ക്ക് അഭിമുഖമായി തിരിഞ്ഞു നിന്നു. ഒരു നിമിഷം വാക്കുകൾ പുറത്തു വന്നില്ല. നിധി. നിധി. ജീവ ആ പേര് ഒരിക്കൽ മനസ്സിൽ ആവർത്തിച്ചു. ഏത് പോസ്റ്റിലേക്കാണ് ജോയിൻ ചെയ്തത്? PA. ആരുടെ? ആദ്യത്തെ സാറിൻ്റെ. ജീവ ചെറുതായി തലയാട്ടി. എപ്പോഴാണ് ജോയിൻ ചെയ്തത്? 2 ദിവസമായി. ജീവ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അവൻ്റെ കണ്ണുകളിൽ കടുപ്പമോ ദേഷ്യമോ ഇല്ലായിരുന്നു. ശാന്തമായ ഒരു നിരീക്ഷണം മാത്രം. 4-5 സെക്കൻഡ് അവളെ തന്നെ നോക്കി നിന്നു. എനിവേ, വെൽക്കം ടു ക്രിയേറ്റീവ് വിങ്സ് നിധി. താങ്ക് യു സാർ. ജീവ ചെറുതായി തലയാട്ടി. പിന്നെ നിമിനെ നോക്കി. നിമിൻ, ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാബിലേക്ക് വരാൻ പറയൂ. ഓക്കെ സാർ. അതും പറഞ്ഞ് ജീവ കാപ്പിക്കപ്പെടുത്ത് നിധിയെ ഒന്നുകൂടെ നോക്കി. അവൾ തലകുനിഞ്ഞു നിന്നു. അവൻ ശാന്തമായി നടന്നു നീങ്ങി. അവൻ കാഴ്ചയിൽ നിന്ന് മറഞ്ഞതും നിധി ഒരു ദീർഘ നിശ്വാസം വിട്ടു. ഹോ. നിവിൻ പൊട്ടിച്ചിരിച്ചു. 5 മിനിറ്റ് മുമ്പ് ആരാണ് ഈ ജീവ സാർ എന്ന് ചോദിച്ച ആളല്ലേ നീ? ശില്പയും ചിരിച്ചുകൊണ്ട് ചേർത്തു. ഇപ്പോൾ കണ്ടില്ലേ? നിധി അവരെ തന്നെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു. ചിരി കണ്ട രണ്ടോളും. എൻ്റെ കാലൊക്കെ വിറച്ചുപോയി. നിമിൻ കളിയൊക്കെ ചോദിച്ചു. എന്താ, കൊമ്പൊന്നും കണ്ടില്ലേ? അത് കേട്ടതും നിധി അവൻ്റെ കയ്യിൽ മെല്ലെ ഒരു അടി കൊടുത്തു. പോടാ. അല്ലടാ, ഞാൻ പറഞ്ഞതെല്ലാം ജീവ സാർ കേട്ടോ? കംപ്ലീറ്റ് കേട്ടു. നിമിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം മിക്കവാറും ഇന്ന് എൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കും ഇവിടെ. നിധി ടെൻഷൻ അടിച്ച് പറഞ്ഞു.